അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം ഇസ്ലാമിക സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ജിഹാദ് ചെയ്യുവാനും ഒക്കെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. ബദറിൽ പങ്കെടുത്ത ആളുകളും അല്ലാത്തവരും സമന്മാരാവുകയില്ല എന്ന് അള്ളാഹു അറിയിച്ച സന്ദർഭത്തിൽ വളരെ സങ്കടത്തോടു കൂടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അദ്ദേഹം വരുന്നുണ്ട്. ഞാൻ അന്ധനാണ്, എനിക്ക് ഇത്തരം യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല, ഞാൻ എന്താണ് ചെയ്യുക? ഈ വൈകല്യമുള്ള ആളുകൾ ഇങ്ങനെ അവരും ഇതിൽ ഉൾപ്പെടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ, ശാരീരികമായ അവശതകളുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല, അവരും ഈ പോരാട്ടത്തിൽ പങ്കെടുത്തവരെ പോലെയാണ് എന്ന് തിരുത്തുകയും അത് അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാക്കുകയും ചെയ്തത് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖാദിസിയ യുദ്ധത്തിൽ പേർഷ്യ സാമ്രാജ്യം ഇസ്ലാമിക സമൂഹത്തിനോട് നിരവധി തവണ കലഹങ്ങളും സംഘർഷങ്ങളും ഉണ്ടായപ്പോൾ അവരോട് പോരാടാൻ ഖലീഫ തീരുമാനിക്കുകയാണ്. അങ്ങനെ വലിയൊരു സൈന്യത്തെ, 20,000-ഓളം വരുന്ന സഹാബികളുടെ ഒരു സൈന്യത്തെ ഉമർ റളിയല്ലാഹു അൻഹു ഖാദിസിയയിലേക്ക് അയക്കുകയാണ്. അതിന്റെ സേനാനായകൻ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ പോരാട്ടത്തിൽ ആവേശപൂർവ്വം പങ്കെടുത്ത ഒരാളാണ് അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഈ യുദ്ധത്തിൽ, ഈ പോരാട്ടത്തിൽ പതാകവാഹകനായി ഞാൻ മുന്നിൽ നിൽക്കാം, ഞാൻ കൊടിയേന്താം, ഒരിക്കലും അന്ധനായതുകൊണ്ട് ഞാൻ പിന്തിരിഞ്ഞോടുകയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എന്നെ ആ ദൗത്യം ഏൽപ്പിക്കാമെന്നാണ്. അങ്ങനെ വളരെ ധീരനായി ഉമ്മി മക്തൂം രണാങ്കണത്തിൽ പോരാടുകയും കൊടി പിടിച്ച് മുന്നേറുകയും ചെയ്തു. ആ യുദ്ധം 3 ദിവസം തുടർച്ചയായി നടന്ന ചരിത്രത്തിൽ ഏറ്റവും ദീർഘമായ ഒരു പോരാട്ടമായിരുന്നു. ഒടുവിൽ അദ്ദേഹം ഖാദിസിയയുടെ രണാങ്കണത്തിൽ രക്തസാക്ഷിയായി വീഴുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മയ്യത്ത് കിടക്കുന്നത് ആ ഏൽപ്പിച്ച കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്നതായി രീതിയിലാണ് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായത്.